Hi students, it's me Sharath. Actually, I received many complaints regarding our Zoom classes, so I decided to make a video presentation of 5th and 6th module. Okay, we are going to discuss about capital budgeting. It's comes under business decision 1 in the 5th module. Okay, so we need to study some methods in capital budgeting. So before going to the methods, I would like to give an idea about capital budgeting. Okay, so budgeting. What is budgeting? Budgeting is the preliminary approved plan of income and expenditure, and it is the plan of income and expenditure. Okay, it is the approved plan of income and expenditure. Income, that you know that income is the money receipts out of the sales or service. Expenditure is the cost that is incurred to produce goods and services. Okay, so it is the preliminary approved plan of income and expenditure. Okay, if you are going to do something, you will have a plan about your expenditure, your cost, and your return. Okay, this is all about budgeting. And comes to the capital is the fund or the amount that used to start and run the business. Okay, that is introduced by the owner of the company. Okay, this is all about capital budgeting. And now we are going to discuss about the two main methods under the capital budgeting, that is non-discounted and discounted method. Okay, before going to these methods, what is capital budgeting? We discussed what is capital and budgeting, but you should have an idea about capital budgeting. Capital budgeting is the process of identifying and evaluating the capital project for the company, or it is an investment decision making, planning of capital acquisition, and the planning and analysis of capital expenditure. This is called capital budgeting. Okay, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ ക്യാപിറ്റൽ, ഓക്കെ, സോ അത് എഫക്റ്റീവായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബിസിനസ്സിൽ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, സോ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ആ പ്രോജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെയോ ടെക്നിക്കൽ ഫീസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. സോ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓക്കെ ആണെങ്കിൽ ആ പ്രോജക്ട്സ്, ആ ഓൾട്ടർനേറ്റീവ് പ്രോജക്ട്സും എല്ലാം എന്താണ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരും. സോ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിലൂടെ വെദർ ദാറ്റ് ദി പ്രോജക്റ്റ് ഈസ് ഫിനാൻഷ്യൽ ഫീസിബിൾ ഓർ നോട്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അതിനകത്തുള്ള ഫസ്റ്റ് നമ്മൾ നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്താണ്, ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്താണ്. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചതാണ് ഇൻഫ്ലേഷൻ പഠിപ്പിച്ചപ്പോൾ. എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ ഓഫ് മണി ദാറ്റ് ഹാസ് ബീൻ ഡിക്രീസിങ് ഡേ ബൈ ഡേ. ഓക്കെ, that means your money is not able to buy as much today as you could yesterday. Okay, this is called time value of money. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 റുപ്പീസ്, അത് ഇന്നത്തെ 100 റുപ്പീസിന് ഈക്വൽ ആയിരിക്കത്തില്ല. മേ ബി ഒരു 98, 97 അത്രയൊക്കെ വാല്യൂ കാണത്തുള്ളൂ. സോ മണി വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിക്രീസിങ് ഡേ ബൈ ഡേ. സോ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, ഇത് നമ്മളൊരു ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് മെത്തേഡാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുകയാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ നമുക്ക് പ്രസന്റിൽ ചിലവാകുന്ന, സോ ഇൻകം നമുക്ക് എപ്പോഴാണ്, ഫ്യൂച്ചറിലാണ് കിട്ടുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. സോ ഈ ഇൻകം നമ്മൾ എന്താണ്, പ്രസന്റ് വാല്യൂവിൽ കൺസിഡർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഇൻകം നമുക്ക് ഫ്യൂച്ചറിലാണ് കിട്ടുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് NPV, PI, IRR ഇത്രയും മെത്തേഡ് പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡിന് അതിലെ പേ ബാക്ക് പീരീഡ്. സോ നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്തായിരിക്കും, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത മെത്തേഡിനെയാണ് നമ്മൾ നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
പേ ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് 1 lakh rupees ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പ്രോജക്റ്റ് എത്ര വർഷം കൊണ്ട്, ഓക്കെ, സോ അതിൻ്റെ പീരീഡ് ഓഫ് ടൈം എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ആ 1 lakh rupees നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. ആ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പേ ബാക്ക് പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? E+B/C, where E is the year that is immediately preceding the payback, where B is the balance to recovery, C is the cash flow during the each year. സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, നമുക്കൊരു പ്രോബ്ലത്തിൽ കൂടെ ഡിസ്കസ് ചെയ്യാം ഇത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം തന്നിരിക്കുന്നത് കമ്പ്യൂട്ട് ദി പേ ബാക്ക് പീരീഡ് of the project where its initial cash outlay is 40,000 and generate 10,000, 15,000, 10,000, 10,000, 5,000 after tax and before depreciation from year 1 to 5. സോ ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ഡിപ്രീസിയേഷൻ. സോ ഈ ഒരു ഫ്യൂച്ചർ റിട്ടേൺ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒരിക്കലും മറന്നു പോകരുത്, നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റിട്ടേൺസ് നമ്മൾ ഇൻകം എടുക്കേണ്ടത് ആഫ്റ്റർ ടാക്സ് ആൻഡ് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇൻഫ്ലോ എടുക്കേണ്ടത്. ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഔട്ട്ലൈ ഈസ് 40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് 40,000 rupees ചിലവാകും. അങ്ങനെ ചിലവാകുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പ്രോജക്റ്റ് ഫ്യൂച്ചറിൽ ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫ്രം ഇയർ 1 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ 1 10,000, ഇയർ 2 15,000, 3 10,000, 4 10,000 ആൻഡ് 5 5,000. സോ ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇയറും ദെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം, ഈ ഇൻഫ്ലോ ആണ് ഇൻകം. ദെൻ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ, നമുക്ക് ചിലവാകുന്ന തുക. ഓക്കെ, സോ അത് 40,000. ദെൻ ഇൻകം നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ഇത് നിങ്ങളുടെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ടെസ്റ്റിനകത്തിലുണ്ട്. പേജ് നമ്പർ 114. ഓക്കെ, 114 നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇയർ എടുത്തെഴുതി, പിന്നെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എടുത്തെഴുതി, ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് കാണണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ വർഷവും കിട്ടിയത്, ഫസ്റ്റ് ഇയറിൽ കിട്ടി 10,000, സെക്കൻഡ് ഇയറിൽ 15,000, തേർഡ് ഇയറിൽ 10,000, ഫോർത്ത് ഇയറിൽ 10,000, ഫിഫ്ത്ത് ഇയറിൽ 5,000. സോ ഇതിൻ്റെ ക്യുമുലേറ്റീവ് കാണണം. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അഡീഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 10,000 കിട്ടി. സെക്കൻഡ് ഇയറിലായപ്പോൾ നമുക്ക് എത്ര ടോട്ടൽ കിട്ടി? 10,000 പ്ലസ് 15,000, ദാറ്റ് ഈസ് 25,000. ഓക്കെ, തേർഡ് ഇയറിലായപ്പോഴോ 25,000 സെക്കൻഡ് ഇയർ നമുക്ക് ടോട്ടലായിട്ട് കിട്ടി, പിന്നെ തേർഡ് ഇയർ 10,000 കൂടി കിട്ടി. സോ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് 35,000. ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതുക. 10,000 പ്ലസ് 15,000, 25,000, 25,000 പ്ലസ് 10,000, 35,000, 35,000 പ്ലസ് 10,000, ദാറ്റ് ഈസ് 40,000, 45,000, 45,000 പ്ലസ് 5,000, ദാറ്റ് ഈസ് 50,000. ഇനി നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു പറയുന്നത്? payback period is equal to PP is equal to E plus B divided by C. ഇതായിരുന്നു payback periodന്റെ ഇക്വേഷൻ. സോ E എന്ന് പറയുന്നത് ദി ഇയർ ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് payback എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലവായ തുക 40,000. ഈ 40,000 എന്നാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയത്? ഏത് ഇയറിലാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയത്? മൂന്നാമത്തെ ഇയറിൽ 35,000, നാലാമത്തെ ഇയറിൽ 45,000. നമുക്ക് 40,000 തിരിച്ചു പിടിച്ച ഏത് ഇയറിലാണ്? ഫോർത്ത് ഇയറിൽ. സോ ഈ എന്ന് പറയുന്നത് ഏത് ഇയറിലാണോ തിരിച്ചു പിടിച്ചത് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഇയറിനെയാണ് ഈ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദി ഇയർ ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് പേ ബാക്ക്. സോ ഇയർ എന്ന് പറയുന്നത് ഏത് ഇയറിലാണ് പേ ബാക്ക് ഇയർ എന്ന് പറയുന്നത് 4, അതിന് തൊട്ട് മുന്നിലുള്ള ഇയറിനെയാണ് ഈ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ E is equal to 3 plus
ബി എന്ന് പറയുന്നത് ബാലൻസ് ടു റിക്കവറി എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് എത്രയാണ് 35,000. സോ എത്ര എമൗണ്ട് കൂടെ വേണം നമ്മുടെ ക്യാപിറ്റൽ കോസ്റ്റ് ആയ 40,000